ഇപ്പോൾ സുരേഷ് വെള്ളിമുറ്റം കൂടി ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട്. സുരേഷ്, ഇറാന്റെ പ്രത്യാക്രമണം വലിയ രീതിയിൽ ഗൾഫ് മേഖലയെ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അധികൃതർ ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് അവിടെയുള്ളവർക്ക് നൽകുന്നത്? സന്ധ്യ, ഏറ്റവും പ്രധാനം ഈ ഗൾഫ് മേഖലയിൽ ഇന്നലെ ഏറ്റവും വലിയ ആശങ്ക ഉണ്ടായിരുന്നത് ഈ രാത്രി എങ്ങനെ കടന്നു പോകും എന്നുള്ളതായിരുന്നു. നമുക്ക് 6 GCC രാജ്യങ്ങളും ജോർദാൻ നോക്കുന്ന സമയത്ത്, കാരണം ഇത്തരം സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായത്, ഒരിടത്ത് പോലും ഈ രാത്രിയിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരവും സന്തോഷവും നൽകുന്നതാണ്. ഗൾഫ് മേഖല പൊതുവെ ഇപ്പോൾ ശാന്തമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. UAE-യിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഒമാനിലോ ബഹ്റൈനിലോ ഖത്തറിലോ ഒന്നും കുവൈറ്റിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരിടത്ത് പോലും ഒരു അക്രമ സംഭവം കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിട്ടില്ല. ഇത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. 6 GCC രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും എല്ലാം ഉൾപ്പെടുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു യോഗം ഇന്നലെ രാത്രി ഓൺലൈനായിട്ട് ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായും പറയുന്നത്, ഒന്ന്, ഇറാൻ ഒറ്റുകൊടുത്തു, ഇറാൻ വഞ്ചിച്ചു എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണം GCC രാജ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇറാൻ പറഞ്ഞതല്ല പ്രവർത്തിച്ചത് എന്ന് GCC രാജ്യങ്ങൾ വിമർശിക്കുന്നു. പൊതുജനങ്ങൾക്ക്, സിവിലിയന് നേരെ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതേപോലെ തന്നെ ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. പൊതുജനങ്ങൾക്ക് അപകടം വരുത്തുന്ന വിധത്തിൽ ഇറാൻ ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ സൗഹൃദ രാജ്യങ്ങളായിട്ട് പോലും ആക്രമണം നടത്തുന്ന വിവേകശൂന്യമായ പെരുമാറ്റം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത്രയുമാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു വിമർശനം ആ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടത്. മാത്രമല്ല, കൃത്യമായി ഇറാന് ഒരു തിരിച്ചടി നൽകണം ആവശ്യമെങ്കിൽ എന്നുവരെ യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. പക്ഷെ ഏറ്റവും കൂടുതൽ യോഗത്തിന്റെ ഒരു അവസാന തീരുമാനമായി സമാധാനം പാലിക്കുക, കാത്തിരുന്ന് കാണുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് GCC രാജ്യങ്ങൾ പോയത്. അത്രത്തോളം സംയമനം GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ GCC രാജ്യങ്ങളിലെ ഇപ്പോഴത്തെ സാഹചര്യം, എല്ലാ വിമാനത്താവളങ്ങളും, 7 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് 6 GCC രാജ്യങ്ങളിലായിട്ടുള്ളത്. ആ വിമാനത്താവളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ ഇന്ന് വൈകുന്നേരം പ്രാദേശിക സമയം 3 മണിയോടുകൂടി പുനരാരംഭിക്കുമെന്നുള്ളതാണ് വിമാന കമ്പനികളൊക്കെ നേരത്തെ അറിയിച്ചിരുന്നത്. ഈ സാഹചര്യം ഇതുപോലെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാഗികമായെങ്കിലും ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കും. അതൊരു വലിയ പ്രതീക്ഷയും മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസവുമായിരിക്കും. കാരണം അത്രത്തോളം 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഈ GCC രാജ്യങ്ങളിലേക്ക് വരാനോ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ, അവരുടെ ഉറ്റവർക്കൊക്കെ ഇതൊരു വലിയ ആശ്വാസമാകുകയും ചെയ്യും. ഏതായാലും GCC രാജ്യങ്ങൾ ഇപ്പോൾ ശാന്തമാണ്. ഒരിടത്തും ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഈ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി സുരേഷ്, ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. വിമാനത്താവളങ്ങൾ നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ വിമാനത്താവളങ്ങൾ വൈകുന്നേരത്തോടെ തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ ശാന്തിയാണ്, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് സുരേഷ് വെള്ളിമുറ്റം ദുബായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.